എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാണ്ട് കോവിഡ് സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും മഹത് വ്യക്തികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഒരുപാട് താമസം വന്നു, ഒരുപാട് ഡിലേ വന്നു. അപ്പോൾ ഇന്നു മുതൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, മാക്സിമം ആഴ്ചയിൽ ഒരിക്കൽ, നമ്മുടെ നാട്ടിലെ മഹത് വ്യക്തികളെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സീരീസുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള ടേസ്റ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്, ടൂറിസ്റ്റ് പ്ലേസുകൾ, പ്രാദേശിക ടൂറിസം പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ അപ്പുറം ഇടവ എന്ന നാടിനെ, അല്ലെങ്കിൽ വർക്കല എന്ന നാടിനെ അടയാളപ്പെടുത്തിയ കുറേ മഹത് വ്യക്തികളുണ്ട്. അവരുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് ഏതാണ്ട് 53 വർഷമായി സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പുതുതലമുറയിലെ ആളുകൾക്ക് വലിയ പരിചയമില്ലാത്ത, എന്നാൽ കഴിഞ്ഞ തലമുറയിലെ ആളുകൾക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തി, ശ്രീ ഇടവ നാസർ. അദ്ദേഹം എൻ്റെ മാമ കൂടിയാണ്. മാത്രമല്ല 1971 കളിത്തോഴി എന്ന സിനിമയിൽ തുടങ്ങി ഇന്ത്യയുടെ പല ഭാഷകളിലായി, മലയാളം, തമിഴ്, തുളു, തെലുങ്ക്, കന്നഡ, അങ്ങനെ തുടങ്ങി ഇംഗ്ലീഷിൽ വരെ സിനിമകൾ, 700ഓളം സിനിമകളിൽ മേക്കപ്പ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ കാരണം അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ സെനീഫ് ഇടവ കഴിഞ്ഞ 21 വർഷങ്ങളായി ഏതാണ്ട് 150-ൽ പരം സിനിമകൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്തുകൊണ്ട് ഈ ഫീൽഡിൽ കാലുറപ്പിച്ചു കഴിഞ്ഞു. വളരെ അടുത്ത സമയത്ത് വിദേശത്ത് നടന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നിന്നുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു യുവതലമുറയിലെ ഒരു താരം തന്നെയാണ് സെനീഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ പറഞ്ഞു കളിത്തോഴിയാണ്. മലയാളത്തിലെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാറായ പ്രേംനസീർ മുതൽ പുതുതലമുറയിലെ താരങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും നിങ്ങൾക്ക് പലർക്കും അറിയാം, എനിക്കുണ്ടായിരുന്ന എൻ്റെ ഷോപ്പിൽ നമ്മുടെ ഇടവയുടെ താരങ്ങളുടെ ഫോട്ടോസ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. യുവതലമുറയിലെ കുട്ടികൾ പലരും വന്നിട്ട് ഇതാരാണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറണം. പുതുതലമുറ ഇവരെയൊക്കെ അറിയണം. കാരണം ഇവരൊക്കെ വെട്ടിത്തെളിച്ച വഴിയിലൂടെയാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ FBയിൽ പലപ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇടവ എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇടവ ബഷീറിൻ്റെ പേരാണ്. അവിടെ തുടങ്ങി ഇങ്ങോട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പലരും പരിചയപ്പെടുമ്പോൾ ഇടവ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇടവ നാസർ എന്നുള്ള ഒരു വ്യക്തിയെ ചോദിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നാസർ മാമയുടെയും സെനീഫിൻ്റെയും വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. എന്താണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നും അനുഭവങ്ങളെന്നും നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇദ്ദേഹമാണ് ഇടവ നാസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാരണം വിശ്രമ ജീവിതം നയിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പോൾ ഇദ്ദേഹമാണ് സെനീഫ്. നമസ്കാരം. അപ്പോൾ സെനീഫ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. അപ്പോൾ എന്താണ് മാമയുടെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ ഒന്ന് ആദ്യം പറഞ്ഞാൽ? പപ്പ 4 വർഷമായി സ്ട്രോക്ക് വന്ന് വലത് സൈഡ് ഒരു ചലനം കുറവായിട്ടാണ്. എന്നാലും വീട്ടിൽ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സംസാരം അത്ര ക്ലിയർ അല്ല, എന്നാലും സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സപ്പോർട്ടോടെ വീട്ടിൽ കഴിഞ്ഞു നല്ല രീതിയിൽ പോകുന്നു. ഓക്കെ. അപ്പം മാമ ആദ്യമായിട്ട് 1971 അപ്പോൾ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തത് ആർക്കായിരുന്നു? ഏത് സിനിമയിലാണ്? ആർക്കായിരുന്നു? പ്രേംനസീർ. ആദ്യമായിട്ട് ചെയ്തത് പ്രേംനസീറിനാണ്. അപ്പോൾ മലയാളത്തിലെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ നസീർ സാറിനാണ് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തത്. ഓക്കെ.
ഷീലാമ്മ ഓക്കെ. ആ സത്യേന ചെയ്യാം. ആ അതായത് പ്രേം നസീർ സെരീഫ് ഒന്ന് കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ. പപ്പ മേക്കപ്പ് ചെയ്തത് ആദ്യമായിട്ട് പ്രേം നസീർ, സത്യൻ, ഷീല, ശാരദ തുടങ്ങിയവർത്താണ് ആദ്യം മേക്കപ്പ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ കാരണം അദ്ദേഹത്തിന് സംസാരത്തിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് സെനീഫ് നമുക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരികയാണ്. പിന്നെ തമിഴിൽ ഏതൊക്കെ സിനിമകളായിരുന്നു? തമിഴ് സ്റ്റാർട്ടിങ് ചെയ്ത സിനിമയാണെന്ന് ഓർമ്മയുണ്ടോ? പടം ഒരു തലൈ രാഗം, ഒരു മറ്റേ മാടപ്രാവിന്റെ പാട്ട് ഏതാണ് ഇതിലുള്ളത്? മദനോത്സവം. ആ അപ്പോൾ എല്ലാവരും കേൾക്കുക, മദനോത്സവത്തിൽ ഉൾപ്പെടെ. കാരണം ശരിക്കും മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു കമലഹാസൻ. തമിഴ് ആർക്കൊക്കെ ചെയ്തിട്ടുണ്ട്? തമിഴിൽ ചിരഞ്ജീവി ചെയ്തു, ചിരഞ്ജീവി, നാസർ, അത് റിപ്പീറ്റ് ചെയ്തതായി. കുഴപ്പമില്ല, പറഞ്ഞോ. തമിഴില് കമലഹാസൻ ചെയ്തു, മദനോത്സവം സിനിമ വർക്ക് ചെയ്തു, പിന്നെ നാസർ, പിന്നെ ചിരഞ്ജീവി, അങ്ങനെ തുടങ്ങിയ നിരവധി തമിഴിലെ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ഉള്ളതെല്ലാം അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നതാണ്. ഓക്കെ. ഇപ്പോഴും ഈ പുതുതലമുറയിൽ ആർക്കൊക്കെ ചെയ്തിട്ടുണ്ട്? മമ്മൂട്ടി, പിന്നെ ഒരുപാട് നടന്മാർ. ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യാൻ കംഫർട്ട് ആരാണ്? ഈ ഇത്രയും 700 സിനിമകളിൽ വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ട് ആരായിരുന്നു? മോഹൻലാലായിരുന്നു. ജി അരവിന്ദന്റെ പടം വാസ്തുഹാര. പത്മിനി. ജി അരവിന്ദന്റെ സാറിന്റെ പടം വാസ്തുഹാര പപ്പ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ മോഹൻലാൽ, ശോഭന, പത്മിനി അവർക്കൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. തമിഴിൽ ഫസ്റ്റ് ഫിലിം ഏതായിരുന്നു? തമിഴിൽ ആദ്യത്തെ പടം ഏതായിരുന്നു? നിലവ്. ആരാണ് അതില്? നിലവ്. ഓക്കെ. അതിനകത്ത് ഏത് വർഷമായിരുന്നു ഓർമ്മ? വർഷമാണെന്നറിയാം. 72-73 കാലഘട്ടങ്ങളിൽ നിലവ് 72-73 യൂട്യൂബ് സെർച്ച് ചെയ്താൽ ഓർമ്മയില്ല. അത് തന്നെ, അത്ര തന്നെ. ബാക്കി ഏതൊക്കെ ഭാഷകളുണ്ടായിരുന്നു? കന്നഡയിലുണ്ടായിരുന്നു, കന്നഡയിലുണ്ടായിരുന്നു, തെലുങ്കിലുണ്ടായിരുന്നു, തുളുവിലുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്. ഈ മാമ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ ഏതാണ്? ഈ ഇത്രയും വർക്ക് 700 സിനിമകളിൽ ഏറ്റവും കൂടുതൽ തൃപ്തി കിട്ടിയ സിനിമ ഏതായിരുന്നു? വാസ്തുഹാര തന്നെയാണ്. ഓക്കെ. ഞാൻ അറിഞ്ഞത് അടൂർ സാറിൻ്റെ 3 സിനിമ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സിനിമയിലും മാമ എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താണ് അതിനെ കുറിച്ച്, എന്താണ് ആ എക്സ്പീരിയൻസ്? ഓക്കെ. അടൂർ സാറിൻ്റെ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഒരു ഇത്? അപ്പോൾ അടൂർ സാറിൻ്റെ 3 പടങ്ങൾ ഒഴികെ അടൂർ സാറിൻ്റെ എല്ലാ പടങ്ങളും പാപ്പ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ മേഖലയിൽ എത്താനുള്ള മോട്ടിവേഷൻ എന്താണ്? ഈ മേക്കപ്പ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്തായിരുന്നു? പോയി കഥ, മാധവൻ സാറിന്റെ പെണ്ണിന്റെ കഥ ഷൂട്ടിംഗ് കാണാൻ പോയെന്നാ ആള് വന്നിട്ട് പേരില്ലാതെ ഞാൻ വന്ന ആദ്യം ഇലവാ പിന്നെ ഇത് ഒരില്ല അപ്പൊ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയി കാണാൻ പോയതാണ്. പടത്തിന്റെ പേര് തന്നെ പറഞ്ഞു, ഒരു പെണ്ണിന്റെ കഥ. ഒരു പെണ്ണിന്റെ കഥ സേതു മാധവൻ സാറിന്റെ അല്ലേ? സേതു മാധവൻ സാറിന്റെ പടത്തിന്റെ ഇതിൽ ആരാണ് അഭിനയിച്ചത്?
ഓർമ്മയില്ല ഓർമ്മയില്ല വയസ്സിലാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? 14 വയസ്സ്. 14 വയസ്സിൽ എവിടെ ഇവിടെ ആയിരുന്നോ അന്ന്? കോടാമ്പക്കമല്ലേ? മദ്രാസിൽ മദ്രാസിൽ കോടാമ്പക്കത്തായിരുന്നു. പ്രസാദ് സ്റ്റുഡിയോ. ഓക്കെ. ആ, ഇത് ആരുടെ കൂടെ ആയിരുന്നു ഈ മേക്കപ്പിന്റെ ബാലപാഠങ്ങളൊക്കെ ഒന്ന് പഠിച്ചത്? എമ്മോ ദേവസ്യ. പപ്പാടെ ഗുരുവാണ് എമ്മോ ദേവസ്യ. എല്ലാ പേര് ഞാൻ രാത്രി ഇവരെ മഴക്കല പിന്നെ എരുവ എരുവ പിന്നെ എന്ത് ചെയ്ത് ഒന്നുമില്ല. ജോലിയല്ല ചക്കര ജോലി ആദ്യത്തെ പോലെ ചക്കര പിള്ളേർ അത് പപ്പ മേക്കപ്പ് തുടങ്ങിയത് ഗുരുനാഥൻ മേപ്പാടെ മേക്കപ്പ് ഗുരുനാഥൻ എന്ന് പറയുന്നത് എമ്മോ ദേവസ്യാണ്. മമ്മൂക്കട മേക്കപ്പ് മാൻ ആയ ജോർജ് ഏട്ടൻ്റെ അച്ഛനാണ് എമ്മോ ദേവസ്യ. എമ്മോ ദേവസ്യയുടെ കൂടെയാണ് പപ്പ ആദ്യം സിനിമയിൽ മേക്കപ്പിലെ ബാലപാഠങ്ങൾ പഠിച്ചത്. അപ്പൊ മാമ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം വിളിച്ച് ചോദിച്ചു കാണാൻ പോയപ്പോ എന്ത് ചെയ്യുന്നു. കാര്യം ഒരു കൊച്ചു ചേർക്കൻ 14 വയസ്സുള്ള ഒരു കൊച്ചു ചേർക്കൻ വന്നു നിന്നപ്പോഴത്തേക്കും ചോദിച്ചതാണ്. മനസ്സിലായി കാണും. അതെ അതെ അതെ. എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചു. ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു എന്നാണ് പപ്പ പറയുന്നത്. എന്തറിയാന്ന് ചോദിച്ചു. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. പേര് ചോദിച്ചു. ഇടവാ നാസർ എന്ന് പറഞ്ഞു. അപ്പൊ അന്നേ പേരിന്റെ കൂടെ നാട് കൂടെ ചേർത്താണ് പറഞ്ഞത്. പേരിന്റെ കൂടെ സ്ഥലപ്പേരും കൂടെ ചേർത്താണ് പറഞ്ഞത്. അല്ലാതെ ഒരു ഫെയിം ആയിട്ട് പറഞ്ഞതല്ല, ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് വന്നത്. പപ്പാടെ ഇന്നത്തെ സിനിമയില് ലോക സിനിമയിൽ വരെ പപ്പാടെ പേരുണ്ടെന്നാണ് പപ്പ പറയുന്നത്. ബഷീർ, നാസർ എന്നാണ് പറയുന്നത്. തീർച്ചയായും. അപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ മേക്കപ്പ് ചെയ്തിട്ട് കിട്ടിയത് എത്ര രൂപയാണ് പ്രതിഫലം കിട്ടിയത്? ഫസ്റ്റ് ആദ്യമായിട്ട് പൈസ കിട്ടിയത് എത്ര 3 രൂപയാണ് കിട്ടിയത് മേക്കപ്പ് ചെയ്ത് കിട്ടിയത്. അത് എവിടെയായിരുന്നു ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ? എവിടെയായിരുന്നു? അരുണാചൽ സ്റ്റുഡിയോ. അത് ചെന്നൈയിലാണ്. നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിലെ ബാലയുടെ ഇപ്പോഴുള്ള ബാലയുടെ അമ്മയുടെ അച്ഛൻ ആണ് ആ പടത്തിന്റെ പ്രൊഡ്യൂസർ. ഓക്കെ. അരുണാചൽ സ്റ്റുഡിയോ, ചെന്നൈ അരുണാചൽ സ്റ്റുഡിയോ. ഈ ഒരു പരിചയം കൊണ്ട് ഈ സിനിമാക്കാരെ നമ്മുടെ നാട്ടിലേക്ക് ആരെങ്കിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? പ്രേം നസീർ. സോമൻ വന്നിട്ടുണ്ട്. MG സോമൻ വന്നിട്ടുണ്ട്. ഓക്കെ. വിൻസെന്റ്. വിൻസെന്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പാലമില്ല. പാലം വരുന്നതിന് മുമ്പത്തെ കാലമാണ് പറയുന്നത്. പാലമില്ല, കാലം വരുന്നതിന് മുമ്പത്തുള്ള കാലമാണ് പറയുന്നത്. ഇവരെവിടെ മാമയുടെ വീട്ടിലാണോ വന്നത്? എവിടെയാ വന്നത്? പെരിക്കാന്റെ വിളയില്. എന്റെ വീട്ടില്. അടിപൊളി. അപ്പൊ ഈ പറയുന്ന താഹ എന്ന് പറഞ്ഞ എന്റെ ഫാദറാണ്. അപ്പൊ അത് ഏത് വർഷമായിരുന്നു? ഓർമ്മയില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. പ്രൊഫസറിന്റെ മകൻ നവാസ്. നല്ല മനുഷ്യനാണ്.
സിനിമ കണ്ട് ഊതാകത്ത് ഇപ്പം ജാതിയല്ലേ ജാതി ഇല്ല അവര് നീ അത് പറഞ്ഞു കുഴപ്പമില്ല. കുഴപ്പമില്ല. പപ്പ പഴയ കാലത്തെ സിനിമയുടെ കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കുറെയൊക്കെ നമുക്ക് എനിക്ക് കേട്ട് മനസ്സിലാവുന്നില്ല. എന്നാലും കുറെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പണ്ടത്തെ കാര്യങ്ങളിൽ സിനിമയുടെ കാര്യങ്ങൾ തന്നെ പോയ അന്നത്തെ തൊട്ടുള്ള എതിർപ്പുകളും വീട്ടിലുള്ള ഇതുകളുമാണ് പറഞ്ഞത്. ഇതൊന്നും എനിക്ക് വ്യക്തമായില്ല അപ്പൊ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് സിനിമയൊക്കെ എതിർപ്പായിരുന്നു എന്നാണ്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. കാര്യം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ തന്നെ മാജിക്കിൽ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ, നാട്ടുകാരും കുടുംബക്കാരും പറഞ്ഞിട്ടുള്ള എനിക്കറിയാം. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു തലമുറ എന്ന് പറയുമ്പം നിങ്ങൾക്ക് അനുഭവിച്ചത് ഊഹിക്കാൻ സാധിക്കും, ഊഹിക്കാനേ പറ്റൂ. ഈ വർക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടായിട്ടൊരു സംവിധായകൻ ആരായിരുന്നു? അരവിന്ദൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോയിൽ നിന്നുള്ള കുറച്ച് കളക്ഷൻസാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, പലതും നഷ്ടപ്പെട്ടു. പല മഹത് വ്യക്തികളുമായിട്ടുള്ള ഫോട്ടോസ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈവശമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചില ഫോട്ടോസ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പഴയ ആൽബത്തിൽ നിന്ന് തപ്പിയെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മഹാനായ ഒരു കലാകാരൻ, അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന കിട്ടിയിട്ടുണ്ടോ എന്നത് നാം തന്നെ പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഏതാണ്ട് നൂറ്റാണ്ടിൽ കൂടുതൽ ഇന്ത്യൻ സിനിമയിൽ പല ഭാഷകളിലായി 700-ൽ പരം സിനിമകൾക്ക് മേക്കപ്പ് ചെയ്ത ഈ ഒരു വ്യക്തിയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മാമാടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. സെനീഫിൻ്റെ ഫസ്റ്റ് ഫിലിം ഏതായിരുന്നു? ഞാൻ പപ്പാടോടെയാണ് ആദ്യം പടം വർക്ക് ചെയ്യുന്നത്. ഏതായിരുന്നു? 2004-ലാണ് കണ്ണൈ മടങ്ങുക എന്ന് പറഞ്ഞ നവ്യ നായർ, മുരളി അഭിനയിച്ച ഒരു പടത്തിലാണ് ഞാൻ ആദ്യം അസിസ്റ്റൻ്റായിട്ട് പപ്പാടെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനു മുമ്പ് ഞാൻ സിനിമയിൽ പപ്പാടെ കൂടെ സിനിമ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. സൈന്യത്തിൻ്റെ ലൊക്കേഷനിൽ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ട്രിവാൻഡ്രത്ത് സ്റ്റുഡിയോയിലൊക്കെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട് കാണാൻ. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത ഫസ്റ്റ് ഫിലിം ഏതായിരുന്നു? ഞാൻ ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത് അലി അക്ബർ സാറിൻ്റെ പടമാണ്, തമിഴ് പടമാണ്. അപ്പാവി കാട്ടേരി എന്നാണ് പടത്തിൻ്റെ പേര്. അത് തമിഴ് പടം മലയാളത്തിലും കൂടെ എടുത്തിട്ടുണ്ട്. അതായിരുന്നു ഞാൻ ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത്. പിന്നെ അതിൽ തലൈവാസ് വിജയ്, പിന്നെ കുറച്ച് നടന്മാർ അതിലുണ്ടായിരുന്നു. അപ്പം ഏതൊക്കെ ഭാഷകളിൽ ചെയ്തിട്ടുണ്ട്? ഞാൻ മലയാളം, തമിഴ്, പിന്നെ പപ്പാട കൂടെ ഒരു ഇംഗ്ലീഷ് പടം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം മലയാളത്തിൽ ഏതാണ് ഫസ്റ്റ് ചെയ്ത ഫിലിം? മലയാളത്തിൽ ഞാൻ ചെയ്ത വിനയൻ സാറിന്റെ പടമാണ് ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത്. ഏതാണ്? ലിറ്റിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടം. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. പിന്നെ ഏതൊക്കെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? കാരണം നമ്മളിത് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ ആരും അറിയത്തില്ല. പ്രത്യേകിച്ച് മേക്കപ്പ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ആർട്ട്, ഇവരൊന്നും ആരും അറിയത്തില്ല. പക്ഷെ ചെയ്ത വർക്കുകൾ പറയുമ്പോഴേക്കും പലരും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാൻ ഒരു 7 പടങ്ങളാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പേ നിരവധി പടങ്ങൾ മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഞാൻ തുടക്കം പപ്പാട കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രമുഖമായ കുറേ മേക്കപ്പ് മാന്മാരുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. മേക്കപ്പ് അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ താരങ്ങൾക്ക് വേണ്ടി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇപ്പോഴുള്ള തലമുറകൾ ചെയ്തിട്ടുണ്ട്. പഴയ പപ്പാട കൂടെ ഉള്ള കാലത്തെ തലമുറയുടെ കൂടെയും മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടു. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു പണിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കൊരു നല്ല മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഒരു മഴ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ മൈക്ക് മഴയത്തായിപ്പോയി. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആകും എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഈ വീഡിയോയുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന്, സെനീഫ് വർക്കിൻ്റെ ഭാഗമായിട്ട് നാട്ടിലില്ലായിരുന്നു. മാമയെ കൊണ്ടുവരാനും അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു ശാരീരിക അവസ്ഥ കാരണം അദ്ദേഹത്തെ കൊണ്ടുവരാനും, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് സെനീഫിനുമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, വിശേഷങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഇനിയും നമ്മളിതുപോലെ നമുക്ക് ഒന്നിനെ കൂടിക്കൂടെ? ഇനിയും കുറച്ചുകൂടെയൊക്കെ എന്താണ്
വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരിക്കൽ കൂടി നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്, അത് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 53 ഞാൻ 50-ൽ കൂടുതൽ എന്ന് പറയാൻ വന്നപ്പോൾ കൃത്യമായി പറഞ്ഞു. കഴിഞ്ഞ 53 വർഷങ്ങളായി 700-ൽ പരം സിനിമകൾക്ക് പല ഭാഷകളിലായി, ഇന്ത്യയിലെ പല ഭാഷകളിലായി 73-ൽ പരം സിനിമകൾക്ക് മേക്കപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരം വ്യക്തികൾ ഒരുപാടുണ്ട്. ഇവരൊക്കെ ചവിട്ടിപ്പോയ അല്ലെങ്കിൽ ചവിട്ടി തെളിയിച്ച പാതകളിലൂടെയാണ് ഇന്ന് എന്നെപ്പോലുള്ള യുവതലമുറയിലെ ആളുകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിന് ആ വഴി തെളിച്ച് തന്നതിന് നമ്മൾ ഒരുപാട് നന്ദി പറയണം. കാരണമെന്ന് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ അവർ ആ കല്ലും മുള്ളും ചവിട്ടിക്കൊണ്ട് പോയത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നടന്നു കയറാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കാലം ഇനിയും ഈ ആരോഗ്യാവസ്ഥയൊക്കെ മാറി സജീവമാകട്ടെ എന്നുള്ള ഒരുപാട് പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാൻ ഇത് കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ടുകൾ വേണം. നമ്മുടെ ഈ ചാനൽ ഹാരിസ് താഹ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ചയിൽ അടുത്തൊരു വ്യക്തിയുമായി കാണുന്നവരെ ഒരു ബൈ പറഞ്ഞ എല്ലാവർക്കും ബൈ.